നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു ഉള്ളി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഉള്ളി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മളൊരു ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഒരു 3-4 വെളുത്തുള്ളിയേ ഉള്ളൂ, ചെറുതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ പച്ചമുളകിനെ നടുകെ കീറിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വളരെ നൈസായിട്ടുള്ള അരിഞ്ഞിട്ടുള്ള സവാളയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള എപ്പോഴും കനം കുറച്ചരിയാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വാടി കിട്ടും. സവാളയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തിറങ്ങി വേഗം പെട്ടെന്ന് അത് വാടി കിട്ടാനത് ഉപ്പ് സഹായിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ബ്രൗൺ നിറമൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത്. ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. സാധാരണ തയ്യാറാക്കുന്ന മസാല പോലെയല്ല ഇത്. ഇതിൽ നമ്മൾ തക്കാളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു രുചിയാണ്. നമുക്ക് പൊറോട്ട, അതുപോലെ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാലയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ പറയുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രമാണ് ചേർക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ സാധാരണ എരിവുള്ള മുളക് പൊടിയും, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. 1 ടീസ്പൂണോളം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്പം കുരുമുളക് പൊടിയാണ്, ഒരല്പമാണ്, അത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. എല്ലാം നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടിയാണ് നേരത്തെ ചേർത്തത്, അപ്പോൾ ഒരല്പം മാത്രം മസാലപ്പൊടി, ഒരുപാട് കൂടി പോകണ്ട, കുറച്ച് മാത്രം മതി. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലകളെ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 മുതൽ 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരല്പം, ഒരു നുള്ളു മതി, ഒരുപാട് വേണ്ട. ഒരു കുറച്ച് മാത്രം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്പം ഒരു ടേസ്റ്റ് ഒന്ന്
മോഡറേറ്റ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള അത്രയും ഒരു കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം മുഴുവൻ വറ്റി വന്നാൽ നമ്മളുടെ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.